എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 23-ാമത് വാക്യം. എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര, എൻ്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നുള്ള വചനമാണ്. ഇയ്യോബിൻ്റെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ താൻ ദൈവത്തോട് അകൃത്യവും പാപവും ചെയ്തിരിക്കുന്നു എന്നും അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് തൻ്റെ ജീവിതത്തിനകത്ത് ഈ സങ്കടകരമായ സ്ഥിതികൾ കടന്നു വന്നിരിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപിൽ ഭക്തൻ പറയുകയാണ്, എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളുമൊക്കെ എത്രയാണെന്ന് എന്നെ ഒന്നറിയിക്കണം, എൻ്റെ അതിക്രമങ്ങളും പാപങ്ങളുമൊക്കെ എന്താണെന്ന് എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ താൻ തന്നെ തന്നെ ശോധന കഴിച്ചിട്ട് തൻ്റെ മേലുള്ളതായ കുറ്റങ്ങളെക്കുറിച്ച് തനിക്ക് ബോധം വരാതെ വന്നതുകൊണ്ട് ദൈവത്തോട് തൻ്റെ തെറ്റുകൾ ബോധ്യപ്പെടുത്തി നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 51-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഭക്തൻ പറയുന്നുണ്ട്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ഓർപ്പിക്കുകയാണ്. പക്ഷേ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. ഓരോ ദിവസങ്ങളും ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യാറുണ്ട്, എന്നെ തന്നെ തിരിഞ്ഞു നോക്കാറുണ്ട്. എൻ്റെ പ്രവൃത്തികളിലെ നന്മകളും തിന്മകളും, എൻ്റെ വാക്കുകളിലെ നന്മകളും തിന്മകളും, എൻ്റെ ഇടപാടുകളിലെ നന്മകളും തിന്മകളുമൊക്കെ ഞാൻ പരിശോധിക്കുന്നു, അറിയുന്നു. എൻ്റെ മുൻപിലേക്ക് ഓർമ്മയായി വരുന്ന സകല അകൃത്യങ്ങളും അതെന്നിൽ നിന്ന് പൂർണ്ണമായി നീക്കി എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമെന്നും എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, എൻ്റെ മുമ്പിൽ ഓർക്കുവാൻ കഴിയാതിരിക്കുന്ന കുറ്റങ്ങൾ അങ്ങ് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി നൽകണം എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 32-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യവും ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്നാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കുറ്റങ്ങളെ കണ്ടെത്തുവാനും, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, വെടിപ്പാക്കണമേ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ നിഷ്കളങ്കനും നീതിമാനുമാക്കി തീർക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ
ഈ നാളുകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുൻപോട്ട് കഴിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, എൻ്റെ അകൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനായി തീരുവാൻ, ആ അകൃത്യങ്ങളും പാപങ്ങളും ദൈവം മുൻപിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്താൽ വിമോചനം പ്രാപിക്കപ്പെട്ടവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം, നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.